ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പം ആ സെയിം ഫാം തന്നെയാണിത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒത്തിരി നടന്ന് ടയേർഡായി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വിടുകയാണ്. മോൻ എന്നെ പിടിച്ച് വലിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവനിവിടെ വിട്ടു പോകണ്ട, അവന് വീണ്ടും അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുകയാണ്. കാരണം ഭയങ്കര രസമായിരുന്നു ഈ മൃഗങ്ങളുടെ കൂടെയൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേർ ഭയങ്കരമായിട്ട് എൻഗേജ്ഡായി, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ വിടുന്നത് ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു പാർക്കിലോട്ടാണ്. അവിടെ ആണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നിൽക്കാനൊക്കെ. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ജസ്റ്റ് അവിടെ സീനറിയൊക്കെ കണ്ട്, ആൾക്കാരൊക്കെ കുളിക്കുന്നതൊക്കെ കണ്ട്, അങ്ങനെ ചുമ്മാ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട്, പിന്നെ കാലാവസ്ഥയും വളരെ നല്ലതായതുകൊണ്ട് ഭയങ്കര സുഖമായിരുന്നു. എസ്പെഷ്യലി ഭയങ്കര ഹോട്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു റിവറിൻ്റെ അടുത്തിരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര പീസ്ഫുള്ള്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി നല്ല തണുപ്പൊക്കെ തോന്നി. അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനെ പോകുമ്പോഴാണ്, ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ എത്ര പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല. കാരണം ഇതുപോലുള്ളൊരു സ്ഥലമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ ലൈഫിൽ. ഇതുപോലെ ഒരു വീടിൻ്റെ അവരുടെ ഗാർഡനിൽ ഇത്രയും 3 കുട്ടികളല്ല, എന്നാലും ഈ വലിയ മാൻകൾ ഇങ്ങനെ ഇരിക്കുകയാണേ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു പ്രതിമയായിരിക്കുമെന്നേ. പിന്നെ ഞാൻ അടുത്ത് പോയി ഒന്ന് സൗണ്ടൊക്കെ ഇട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ശരിക്കുള്ളൊരു 3 മാൻ പേടകളാണെന്നുള്ളത്. അവിടുന്ന് നേരെ ഈ ഫാമിലോട്ടാണ് വന്നത്. ഇത് അടുത്ത ഫാമാണ്. ഇത് ഈ ഫാർമേഴ്സ് മാർക്കറ്റില്ലേ, അതുപോലത്തുള്ളൊരു സെറ്റപ്പും കൂടെയാണ് ഇതിൻ്റെ കൂടെ. ഭയങ്കര രസമുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമാണ്. ഇത് ഭയങ്കര കുറേ നേരം കുട്ടികൾക്ക് എൻഗേജ്ഡ് ആകാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് മൃഗങ്ങളും പിന്നെ പസിൽ പോലുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. നമുക്ക് വലിയവർക്കും കൊച്ചുങ്ങൾക്കും ഒക്കെ നല്ല ഇതായിരുന്നു. അങ്ങനെ അവർ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഈ പസിലിൽ ഇങ്ങനെ നിന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വിചാരിക്കണം പണ്ടാരം എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയിരുന്നെങ്കിലെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുന്നത്. ലാസ്റ്റിൽ എനിക്കിങ്ങനെ തലവേദനയോ ഛർദ്ദിക്കാൻ വരുമോ എന്തൊക്കെ ചെയ്യുമായിരുന്നു. അന്നേരം ഒത്തിരി നടക്കാനുണ്ടായിരുന്നേ. ഇങ്ങനെ ആ പസിലൊന്ന് സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഹൊറർ മൂവി ഫീലിംഗ് ഒക്കെ ആയിരുന്നു. കാര്യം നമ്മൾ ഇതിനകത്തോട്ട് ചെല്ലുമ്പം വല്ലവരും പേടിപ്പിക്കാനുണ്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഫീലിംഗ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ലൈക്ക് ഐ വാസ് എക്സ്പെക്ടിങ് സംബഡി ഇൻസൈഡ് അങ്ങനെ. എന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ട് ഓരോ മൃഗങ്ങളുടെ അടുത്തൊക്കെ പോകുമായിരുന്നു. അതൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. എസ്പെഷ്യലി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ. അവിടെയൊക്കെ പല തരത്തിലുള്ള മൃഗങ്ങളോടായിട്ടൊക്കെ ഒന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പം അവരെ പെറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരമൊക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പം അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാര്യം നമ്മളെപ്പോഴും കുട്ടികളെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കുമെന്നുള്ളൊരു ചിന്തയിലായിരിക്കില്ല നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാൻ നടക്കുന്നത്. അപ്പം വൺസ് നമ്മൾ എവിടെയെങ്കിലും അവരെ കൊണ്ടുപോയി അവർ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആണ്, അവർ ഹാപ്പിയാണ്, അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി എന്ന് നമുക്ക് തോന്നുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് പോലെയാണ്. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു ടാറ്റു സെക്ഷൻ ഉണ്ടായിരുന്നു. അവർക്ക് ഫ്രീ ആയിട്ട് ടാറ്റു ചെയ്യാൻ പറ്റുന്നൊരു സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ അവർ ചെയ്തു.
അങ്ങനെ ഒരു ദിവസം മൊത്തം ഞങ്ങൾ പുറത്ത് സ്പെൻഡ് ചെയ്തു. എന്നിട്ട് രാത്രിയായപ്പം ഞങ്ങൾ ഈ ഹോട്ടലിലോട്ടാണ് പോയത്. ഇവിടെ നല്ല സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളതുകൊണ്ട് അതും കുറച്ച് ഒരു എൻ്റർടൈൻമെൻറ്റായി. അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, കുറച്ച് നേരം സ്വിമ്മൊക്കെ ചെയ്തു. അപ്പോഴേക്കും ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു 8-8:30 മണിയാകട്ടോ. രാത്രിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് തോന്നും ഈവനിങ് ആണെന്ന്, പക്ഷേ അല്ല, രാത്രിയാണ്. ഇവിടെ സമ്മറിൽ വളരെ ലേറ്റായിട്ടാണ് രാത്രിയാവണത്, സോ ഇരുട്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 8 മണി സമയത്ത് നമുക്ക് നല്ല ഡേ ടൈമായിട്ട് തോന്നും. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ.